റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ എങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റ് ഒരു ടി ഫോം തന്നെയാണ്. സോ ഒരു ടി ഫോം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഡെബിറ്റ് സൈഡിൽ നമ്മൾ സാധാരണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ പൊതുവെ എഴുതുന്നത് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ എമൗണ്ട്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം എമൗണ്ട്, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. സോ ടി ഫോർമാറ്റിനകത്ത് ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഡെബിറ്റ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് ഡെബിറ്റ് സൈഡ്, എക്സ്പെൻഡിച്ചർ അവിടെ എമൗണ്ട് കോളം, ഇൻകം എമൗണ്ട് കോളം. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൽ തന്നെ തുടങ്ങണം, അങ്ങനെ ഒന്നുമില്ല. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഏതിൽ വേണമെങ്കിലും തുടങ്ങാം. നമ്മൾ സാധാരണ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തുടങ്ങുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്നായിരിക്കും. സോ നമ്മുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നോക്കുമ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ റവന്യൂ പേയ്മെൻറ്റ്സ് ആയിട്ട് കിടക്കുന്ന എല്ലാ ഐറ്റവും ആണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതേണ്ടത്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ കിടക്കുന്ന റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാ ഐറ്റവും റവന്യൂ പേയ്മെൻറ്റ്സ് ആണ്. ക്യാപിറ്റൽ പേയ്മെൻ്റ് അല്ല, റവന്യൂ പേയ്മെൻ്റ് ആണ് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുന്നത്. സോ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി. സോ നമ്മളിവിടെ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചു. നെക്സ്റ്റ് ഇവിടെ ന്യൂസ് പേപ്പർ, മാഗസിൻ, പീരിയോഡിക്കൽസ് ആണ്. സോ സെക്കൻഡ് ഐറ്റം അത് കാണിച്ചു. തേർഡ് ഇവിടെ കിടക്കുന്നത് ഇലക്ട്രിസിറ്റി ചാർജസ് ആണ്. സോ ഇലക്ട്രിസിറ്റി ചാർജസ് കാണിച്ചു. നെക്സ്റ്റ് പോസ്റ്റേജ്, ടെലിഫോൺ, ടെലിഗ്രാം. നെക്സ്റ്റ് സാലറി, വേജസ്. Next office expenses. Next insurance premium. Next repair and maintenance charges. Next rent paid. Next entertainment expenses. Next advertisement. Next traveling expenses. Next charity. Next audit fee, അടുത്ത legal charges. So audit fee, legal charges. Then municipal taxes, miscellaneous or general or sundry expenses. ഇനി താഴോട്ട് കിടക്കുന്ന ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു റവന്യൂ നേച്ചറുള്ളത് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുള്ളൂ. സോ റവന്യൂ പേയ്മെൻ്റ് ആണ് നമ്മൾ മൊത്തം ഇവിടെ എടുത്തത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് റവന്യൂ പേയ്മെൻറ്റും റവന്യൂ റെസീപ്റ്റ്സും മാത്രമേ വരുള്ളൂ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഫോർ ദ കറണ്ട് ഇയർ മാത്രമേ വരുള്ളൂ. അതായത് നെക്സ്റ്റ് ഇയർ, പ്രീവിയസ് ഇയർ, അങ്ങനെ ഒരു ഇയർ നമ്മൾ എടുക്കത്തില്ല. നമ്മൾ ജസ്റ്റ് ഫോർ ദ കറണ്ട് ഇയർ മാത്രമേ എടുക്കുകയുള്ളൂ. സോ എക്സ്പെൻഡിച്ചേഴ്സ് അത്രയും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് റവന്യൂ റെസീപ്റ്റ് ആണ്. സോ പേയ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു, അടുത്ത് നമ്മൾ റെസീപ്റ്റ്സ് എടുക്കും. റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ആണ്, അതുകൊണ്ട് നമ്മൾ ഇൻകം സൈഡിൽ കാണിക്കണം. ഇതിന് പുറമെ ഒന്ന് രണ്ട് ഐറ്റം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോസ് ആണ്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ, ദെൻ വരുന്ന ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വരുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതും എടുക്കും. ഇനി ഇൻകം സൈഡിലോട്ട് പോകാം. ഇൻകം സൈഡിൽ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് കിടക്കുന്ന സബ്സ്ക്രിപ്ഷനാണ്, സെക്കൻഡ് ജനറൽ ഡൊണേഷനാണ്. സോ ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ എഴുതി, സെക്കൻഡ് ജനറൽ ഡൊണേഷൻസ് എഴുതി. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ദെൻ ഡിവിഡൻഡ് റിസീവ്ഡ്, rent received or locker rent received, locker rent. Sale of old newspaper, proceeds from entertainment or charity shows. Then next entrance fee. നമ്മൾ എൻട്രൻസ് ഫീ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എൻട്രൻസ് ഫീ ഇപ്പോൾ രണ്ട് തരത്തിലാവാം. സ്പെസിഫിക് ആവാം, അല്ലെങ്കിൽ ജനറൽ ആവാം. സ്പെസിഫിക് ആണെങ്കിൽ നമ്മൾ അത് ഇവിടെ എടുക്കില്ല. ഇഫ് നത്തിങ് ഈസ് സ്പെസിഫൈഡ്, ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ എമൗണ്ട്, കുറച്ച് എമൗണ്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് എൻട്രൻസ് ഫീ ഇൻകത്തിനകത്ത് വേണം എടുക്കാൻ. ഇതിനടുത്ത് മിസലേനിയസ് ഓർ സൺട്രി റെസിപ്റ്റ്സ്. ഇപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അത് ലോസ് ആണ്. ഇവിടെയാണെങ്കിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഇനി ഇവിടെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞു. സോ ഇവിടെയാണെങ്കിൽ എന്ത് വരാം, അക്രൂഡ് ഇൻകം വരാം. അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വരുന്നതാണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യും പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സോ ഇത്രയും കഴിഞ്ഞു, ഇത്രയും ഐറ്റംസ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ രണ്ട് സൈഡും കൂട്ടി നോക്കും.
രണ്ട് സൈഡ് കൂട്ടി നോക്കിയിട്ട് ഏത് സൈഡാണോ കൂടുതലെന്ന് നോക്കും. സപ്പോസ് ഈ സൈഡാണ് കൂടുതലെങ്കിൽ നമ്മൾ എമൗണ്ട് ആ സ്ഥലത്തുള്ള എമൗണ്ട് എഴുതി ആ എമൗണ്ട് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. സോ എന്നിട്ട് ഡിഫറൻസ് എടുത്തു. ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ആയിരിക്കും. സോ ഇവിടെ ആയതുകൊണ്ട് നമ്മളതിനെ പറയുന്നത് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇൻകം കൂടുതലാണ്, എക്സ്പെൻഡിച്ചർ കുറവാണ്. അതുകൊണ്ട് നമ്മളതിനെ പറയുന്നത് സർപ്ലസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിച്ചപ്പോൾ അതിനകത്ത് ഈ സൈഡിൽ വരുന്നതിന് നമ്മൾ പറയുന്നത് പ്രോഫിറ്റ് എന്നാണ്. ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമ്മളിവിടെ സർപ്ലസ് എന്നാണ് പറയുന്നത്. ഇനി ഇൻ കേസ് ഇവിടെയല്ല വരുന്നത്, ഈ സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കൂടുതലായിരുന്നു, ക്രെഡിറ്റ് സൈഡ് കുറവായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് വരേണ്ടത്. വരുമ്പോൾ നമ്മളതിനെ ഡെഫിസിറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇത്രയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കേണ്ടത്. ഈ സർപ്ലസ് ആണെങ്കിലും ഡെഫിസിറ്റ് ആണെങ്കിലും നമ്മൾ പഠിച്ചു, ഇത് രണ്ടും ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യും. അത് നമുക്ക് പഠിക്കാം. സോ ഇത്രയും ഓർത്ത് വെച്ചേക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് ഒരു ഓപ്പണിംഗ് ക്ലോസിങ് അങ്ങനെ ഒന്നുമില്ല. ഏതെങ്കിലും ഐറ്റംസ് നമുക്ക് തുടങ്ങാം. നമ്മൾ തുടങ്ങുമ്പോൾ റവന്യൂ പേയ്മെൻ്റ് ആണെങ്കിൽ അതെല്ലാം എക്സ്പെൻഡിച്ചർ സൈഡിലാണ് വരേണ്ടത്. ക്യാപിറ്റൽ പേയ്മെൻറ്റ് ഒന്നും നമ്മൾ ഇവിടെ എടുക്കില്ല, വെറുതെ റവന്യൂ പേയ്മെൻറ്റ്സ് മാത്രമേ എടുക്കുകയുള്ളൂ. ഇനി റെസീപ്റ്റ്സ് ഇടുമ്പോൾ റവന്യൂ റെസീപ്റ്റ്സ് മാത്രമേ എടുക്കുകയുള്ളൂ, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. സോ റവന്യൂ റെസീപ്റ്റ്സ് എല്ലാം എഴുതി. പിന്നെ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സിനകത്ത് വരുന്നതാണ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സിനകത്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സാധാരണ എങ്ങനെയാണോ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഏതാണോ സൈഡ് നോക്കും കൂടുതൽ വരുന്നത് അത് എഴുതി, കുറവുള്ള സൈഡിൽ നമ്മൾ ബാലൻസ് ചെയ്യും. ആ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെയാണെങ്കിൽ അത് സർപ്ലസ് ആണ് വരേണ്ടത്, ഇവിടെയാണെങ്കിൽ അത് ഡെഫിസിറ്റ് ആണ് വരേണ്ടത്. സോ ഇങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്.